வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட மாம்ஸ் பாஸ் ஜாயின் பண்ணியிருக்காங்க. ஓகே, எல்லாரும் பார்ட் 1 and 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 3 போயிடலாம். போயிடலாம் மாம்ஸ். Yes. ஓகே. The athletes were at their training camp when the attack happened. The Maoist group, comprising a number of 3, kidnapped athletes today morning in Hyderabad. The demand to release the militants from Tihar jail was recorded at Hyderabad police Militants? headquarters. இவங்க ரெண்டு பேரும் இப்ப இங்க தானே இருக்காங்க, ஹைதராபாத் தானே. Commandos and Kerala. ഹൈദരാബാദിൽ നാഷണൽ അത്ലറ്റിക്സ് മീറ്റിൽ പങ്കെടുക്കാനെത്തിയ 5 കായിക താരങ്ങളെയാണ് 3-അംഗ മാവോയിസ്റ്റ് സംഘം തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോയ കായിക താരങ്ങളുടെ ജീവന് പകരം തിഹാർ ജയിലിൽ കിടക്കുന്ന തങ്ങളുടെ 7 കൂട്ടാളികളെ വിട്ടുകിട്ടണമെന്നായിരുന്നു അവർ ഹൈദരാബാദ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ചറിയിച്ചത്. 1 മണിക്കൂർ മുൻപായിരുന്നു സംഭവം. അവർ ഞങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങിയിരുന്നു. വെള്ളം ചോദിച്ചപ്പോ സുഖീന്ദ്രന്റെ തോക്കുകൊണ്ട് അടിച്ചു. മാവോയിസ്റ്റുകളുമായി ഹൈദരാബാദ് പോലീസിലെ കമാൻഡോ സംഘം നടത്തിയ ഏറ്റുമുട്ടലിൽ കേരള പോലീസിലെ ഓഫീസർമാരായ ആര്യൻ ജോൺ ജേക്കബും ആന്റണി മോസസും പങ്കാളികളായി. മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ ആര്യൻ ജോൺ ജേക്കബിന്റെ വെടിയേറ്റാണ് 3 തീവ്രവാദികളും കൊല്ലപ്പെട്ടത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ നമ്മോട് സംസാരിക്കാൻ IG ഗോപിനാഥൻ നായർ ടെലിഫോൺ ലൈനിലുണ്ട്. സർ, എങ്ങനെ കാണുന്നു ഈ സംഭവത്തെ? സ്റ്റേറ്റ് പോലീസ് ഫോഴ്സിന് മുഴുവൻ അഭിമാനിക്കാവുന്ന ഒരു സംഭവം തന്നെയാണിത്. ആര്യൻ ജോൺ ജേക്കബിനെ പോലുള്ള ഓഫീസേഴ്സ് ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തോടുള്ള പബ്ലിക്കിന്റെ കോൺഫിഡൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ സുപ്പീരിയർ ഓഫീസർ ആണെങ്കിലും ഐ ആം ഓഫറിംഗ് ഹിം എ ബിഗ് സല്യൂട്ട് ഫോർ വാട്ട് ഹി ഡിഡ്. എൻകൗണ്ടറിൽ അസിസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു. കുറച്ചു കാലം ഞങ്ങൾ Q1 ബ്രാഞ്ചിൽ ഉണ്ടായിരുന്നുകൊണ്ട് അവരും അത് വെൽക്കം ചെയ്തു. ഓപ്പറേഷനിൽ പങ്കെടുത്ത മറ്റ് കമാൻഡോസ് എടുത്തു പറഞ്ഞത് സാറിന്റെ ഫയറിംഗിലുള്ള അപാരമായ ഉന്നത പറ്റിയാണ്. അതിനുവേണ്ടി ഇപ്പോഴും പരിശീലനമുണ്ടോ? ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഫയറിംഗ് റേഞ്ചിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. எனக்கு தெரிஞ்சு வந்துட்டு பிரித்தி பண்ணியிருக்காரு. താങ്കൾ ഒരു നാഷണൽ ഹീറോ ആയിരിക്കുകയാണ്. എന്താണ് ഇപ്പൊ തോന്നുന്നത്? സന്തോഷം. ഈ നേട്ടം ഞാൻ എന്റെ അപ്പാക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ്, അല്ലെങ്കിൽ ആരാണ് ഈ മുംബൈ പോലീസ്? நல்ல கேள்வி. ആ വാക്കിന് നിങ്ങൾ പത്രക്കാരിൽ തന്നെ പല വർണ്ണനയും കൊടുത്തിട്ടുണ്ടല്ലോ. 3 പോലീസുകാരുടെ തോന്നിവാസം, ഗുണ്ടായിസം, അങ്ങനെ പലത്. പക്ഷേ എനിക്ക് ആ വാക്കിന് ഒരു ഡെഫിനേഷനെ കൊടുക്കാനുണ്ട്: ഫ്രണ്ട്ഷിപ്പ്. 1.5 ഏക്കറിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു 5 നില കെട്ടിടം. ഞങ്ങള് 12 പേരായിരുന്നു. ടോട്ടൽ സീക്രസി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു. 2 പേരുള്ള ഗ്രൂപ്പ്സായി ഞങ്ങൾ ആ ബിൽഡിംഗ് വളഞ്ഞു. ഞാനും ഇവനുമായിരുന്നു ഒരു ഗ്രൂപ്പ്. ഞങ്ങള് ചെയ്തെന്ന് തോന്നിയപ്പോഴേ അവന്മാര് ഷൂട്ട് ചെയ്ത് തുടങ്ങി. 4th ഫ്ലോറിൽ സ്റ്റെയർ കേസ് എടുക്കാതെ തന്നെ ഞങ്ങൾ 2 പേരും ഇതിലെ 4ാമത്തെ നിലയിലെത്തി. കോറിഡോറിന്റെ നടുവിലെ റൂമിൽ നിന്നായിരുന്നു അവർ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. അതിന് തൊട്ട് ഓപ്പോസിറ്റ് റൂമിലാണ് അത്ലറ്റ്സ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അത് തുറക്കണമെങ്കിൽ അവന്മാരുടെ റൂമിനെ ക്രോസ് ചെയ്യണം. ഒറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ: അവന്മാരെ പുറത്തിറക്കുക. 2ഉം കൽപ്പിച്ച് മുറിയിലേക്ക് ടിയർ ഗ്യാസ് എറിഞ്ഞു. 3 പേരും സഡനായി പുറത്തിറങ്ങിയ മൊമെന്റിൽ തന്നെ 3 bullets, 3 seconds. எல்லாம் நடந்து ஓகேயான இவர் பாடல நீங்க சொன்ன மாதிரி. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? പത്രത്തിലും ടിവിയിലും ഒന്നും കണ്ടില്ലേ? நான் இவருக்கு மரியாதை கிடைக்கணும்னு சொல்லிட்டு நினைக்கிறேன். சொல்லிட்டாப்ல. ഞാനും அதனாலதான் പ്രതീക്ഷിച്ചൊന്നുമല്ല പോയത്. പറഞ്ഞല്ലോ, ഞാനും ഫയർ ചെയ്തിരുന്നു. മറ്റു ഓഫീസേഴ്സ് എത്തിയപ്പോ ഞാൻ നിൽക്കുക. ഞാനാ ഷൂട്ട് ചെയ്തതെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അതും മാറ്റാനും പോയില്ല. പിന്നെ എന്നെ കൊണ്ട് പറയിക്കാനും സമ്മതിച്ചില്ല. അപ്പോഴേക്കും മീഡിയക്കാരെത്തി. അവരോടും ഇവനും മറ്റുള്ളവരും എന്റെ പേര് പറഞ്ഞു. അതിനോടകം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് അത് മാറി. എന്തൊരു സ്റ്റുപ്പിഡിറ്റിയാ നിങ്ങൾ കാണിച്ചത്. ഞാനും പറഞ്ഞത് ഇവനോട്. അന്ന് രാത്രിയിലത്തെ പ്രസ് മീറ്റിൽ നടന്ന കാര്യം ഞാൻ പറയാനും ഇരുന്നതാ. സമ്മതിച്ചില്ല. നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് അറിയില്ലേ? എന്തെങ്കിലും ഒരു എൻക്വയറി വന്നാൽ എന്ത് എൻക്വയറി? അത് അവിടെ തന്നെ ക്ലോസ് ആയ ചാപ്റ്റർ. വല്ലാത്ത ചമ്മലുണ്ടായിരുന്നു ചെയ്യാത്ത കാര്യത്തിന് ക്രെഡിറ്റ് എടുക്കുന്നതിൽ. പിന്നെ സത്യം പറയാല്ല, ഒരു അളവ് വരെ അത് മാറിയത് അപ്പാടെ സന്തോഷം കണ്ടപ്പോഴാ. എന്റെ പേരിലാണെങ്കിലും എന്നെ കുറിച്ച് അപ്പം മതിപ്പോടെ സംസാരിക്കുന്നത് ആദ്യമായിട്ടാ. IPS ஐய பதிப்பா பேசல. നല്ല തോന്നലുണ്ട്. பட் கமிஷனருக்கு என்ன தோணுதுன்னா, மாவோயிஸ்ட கொண்டிருக்காங்கல்ல, அதனால பேக் ஃபயர் ஆகுமோன்னு சொல்லிட்டு அவர் ஃபீல் பண்றாரு. அதோட സീരിയസ്നെസ് ഇവங்க 2 പേരും. എനിക്ക് എന്തിനാടാ? ആരെ കാണിക്കാനാ? അവനാണെങ്കിൽ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അവനെടുത്തോട്ടെ. நீ நடத்துற ராஜாங்க. அவருடைய கவர்னர் பாராட்டு விழாலையும் அவர் வந்துட்டு நான் ஒன்னும் சொல்லிட்டு இருந்தேன், அதுக்குள்ள செத்து போயிட்டாரு. സംരക്ഷിക്കുന്നതിന് തുല്യമാണ് സേവ് ഇലക്ട്രിസിറ്റി. 20 മുതൽ ചാനലിൽ വന്നു തുടങ്ങും. എങ്ങനെയുണ്ട്?
അയാളെ പൃഥ്വിയും இதுக்கு காரணம் அப்படின்னா സ്റ്റാറ്റസ് സിംഗിൾ ആക്കിയാലോ എന്ന് ആലോചിക്കുക. പപ്പയും മമ്മിയൊക്കെ ആകെ ത്രില്ലടിച്ചിരിക്കുക. റിബേക്ക തന്നെ അത്. പപ്പയും അമ്മയും മാത്രമേ ത്രില്ലടിച്ചുള്ളൂ. സത്യത്തില് ഈ റിസ്ക് മുഴുവൻ ഞാൻ എടുത്തത് തന്നെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം. അറിയാം, 3 തീവ്രവാദികളെ കൊന്ന ഒരാളെ കല്യാണം കഴിക്കണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. പൊങ്ങിയിട്ടുണ്ട്. വേണ്ട, இவங்க 2 பேருக்கு ஜோடி இருக்கு, அவருக்கு ஜோடி കാണാം. എത്ര മുംബൈന്ന് പറഞ്ഞാലും ഇപ്പോഴും തൃശ്ശൂര് കിടപ്പുണ്ട് ആവശ്യത്തിന്. ഹലോ, ഹായ്. അറിയാലോ, കേരളത്തിലെ ഏറ്റവും ശാന്തനായ പോലീസ് ഓഫീസർ മിസ്റ്റർ ആന്റണി മോസസ്. ശാന്തൻ. ഇത് എത്തിക്സ്. ഹായ്. എന്താ? റിബേക്ക one second. പറയട്ടെ. 10 നിമിഷം വിട്ട് ഫ്ലഡ് പண்றதுக்கு. ഗുഡ് ന്യൂസ് ആൻഡ് ബാഡ് ന്യൂസ്, ഏതാ ആദ്യം വേണ്ടത്? ബാഡ് ന്യൂസ് ഫസ്റ്റ് சொல்லுங்க. ആന്റണിക്ക് ട്രാൻസ്ഫർ ഗുജറാത്ത് കേഡറിൽ. ഗുജറാത്ത് 2 മാസത്തിനുള്ളിൽ ചാർജ് എടുക്കണം. இப்போ குட் நியூஸ் சொல்லுங்க. ப்ரமோஷன் ஆயிருக்கு ശേഷരിയാക്ക്. அந்த അവാർഡ് കൊടുപ്പാങ്ങല്ല അത്. റിലാക്സ്. അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുമോ? ഏത് പാതാളത്തിലായ നമുക്കെന്താടാ? പിന്നെ ഇതുപോലെയുള്ള കഴിവുള്ള മക്കളെ കിട്ടില്ല, അതേ ഉള്ളൂ. സോറി, പാടൻ ദ ലാംഗ്വേജ്. അല്ല, നമുക്ക് ആരെങ്കിലും കണ്ട് വിട്ടുകളടാ. അങ്ങനെ ഒരുത്തന്റെയും കാല് പിടിച്ചിട്ട് എനിക്ക് ഇവിടെ നിൽക്കണ്ട. വാട്ട്സ് എ ഗുഡ് ന്യൂസ് സർ? 2012 ധീരതയ്ക്കുള്ള പ്രസിഡന്റിന്റെ ഗാലൻട്രി അവാർഡ് ബഹുമാനപ്പെട്ട ഗവർണറിൽ നിന്ന് ഏറ്റുവാങ്ങാൻ ശ്രീ ആര്യൻ ജോൺ இவர் இங்க தற்பெருமையா பேசிக்கல. கரெக்டா? நான் ஒன்னும் அந்த அளவுக்கு நான் அவர் இந்த பிளே ஆர்ஜினா சொல்லிட்டாரு. இப்பதான் புரியுது நமக்கு ஏன் அப்படி சொன்னாருன்னு. my superior officers, colleagues, friends. அப்ப இவங்க 2 பேரும் உண்மையாலுமே தான் தேடுற மாதிரி தோணுது. നല്ല പോലീസ് ഓഫീസർ എങ്ങനെയൊക്കെ ആകണമെന്ന് എനിക്കറിയേയില്ല. പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു IPS ലേബൽ എന്റെ കയ്യിൽ എങ്ങനെ വന്ന് വീണു എന്നോർത്ത്. അതെങ്ങനെയായാലും ചെല്ലുന്നിടത്തൊക്കെ വില കൂട്ടിത്തരുന്ന ഒരു പ്രീമിയം സ്റ്റാറ്റസ് സിമ്പിളിനപ്പുറം ഒരു ബഹുമാനവും ഞാൻ ഈ പദവിയോട് കാണിച്ചിട്ടില്ല. ഇന്നിപ്പോ എനിക്ക് തന്നെ അറിയാം, എന്നെ പോലൊരു ബിലോ ആവറേജ് ഓഫീസർക്ക് ഇത്. ஓகே, இப்போ இவருக்கு எல்லாமே மறுபடியும் சொல்லியாச்சு. இப்போ இவர் என்ன பண்ண போறாரு? அதுதான் கதை. അതേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കൊണ്ടുണ്ടാங்க. ട്രാൻസ്ഫറായി പോകാൻ നിൽക്കുന്ന ഒരു ഓഫീസറെ ഇൻവെസ്റ്റിഗേഷൻ ഏൽപ്പിക്കുന്ന പതിവില്ല. എല്ലാ വശത്തു നിന്നുള്ള ചോദ്യങ്ങളെ ഇഗ്നോർ ചെയ്ത് ഞാനത് നിന്നെ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് തെറ്റിയതുമില്ല. പക്ഷേ ഒരു പോലീസ് ഓഫീസർ ജോലിയുടെ കാര്യത്തിൽ ഇമോഷണൽ ആകാൻ പാടില്ല എന്ന് പറയും. പക്ഷേ 14 വർഷത്തെ സർവീസിനിടയിൽ ഇത്രത്തോളം ഞാൻ അറ്റാച്ച്ഡ് ആയ ഒരു കേസില്ല, ഇത്രത്തോളം എന്നെ ഹോണ്ട് ചെയ്ത കേസില്ല. ആ ഉത്തരം ഒന്നുകൂടി നീ കണ്ടെത്തിയേ പറ്റൂ. ആക്സിഡന്റിന് മുൻപ് നീ സഞ്ചരിച്ച വഴിയിൽ എവിടെയോ കിടന്നിരുന്ന ആ വൈറ്റൽ ക്ലൂവിലേക്ക് ഒന്നുകൂടി തിരിച്ചെത്തിയേ പറ്റൂ. மறுபடியும் பண்றது சேம் அதே டைம்ல அதே റൂട്ടിൽ ട്രൈ பண்ணி பார்க்கலாம். അവന് വേണ്ടി 18-ാം ദിവസം പൂർത്തിയായ കേസ് ഫയൽ എനിക്ക് എന്റെ ടേബിളിൽ വേണം. അതിൽ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുണ്ടാവണം. யார், എങ്ങനെ, എന്തിന്, யார், எங்க, எப்படின்னு தான் கேட்கலான்னு இருந்தேன். அவர்கிட்ட மெமரி அண்ட் எமோஷன்ஸ் கொடுத்தாச்சு. இப்போ வந்து ஒரு பண்றதுதான். എന്തിന്, ആര്, എല്ലാ ഉത്തരങ്ങളും അടങ്ങിയ കംപ്ലീറ്റ് കേസ് ഫയൽ. ഇതിലെന്റെ കണ്ടെത്തലുകളുണ്ട്. ആ കണ്ടെത്തലുകളിലൂടെ ഞാൻ എത്തിച്ചേർന്ന നിഗമനങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ 18 ദിവസത്തെ എന്റെ പേഴ്സണൽ ഫൈൻഡിങ്സ് അടങ്ങിയ ഡയറി. 2ഉം വായിക്കണം. ചില സമയത്ത് ഇടകലർത്തി വായിക്കണം. എന്നിട്ട് എല്ലാ അർത്ഥത്തിലും പൂർത്തിയായ കേസ് ഫയലിന്റെ ബ്ലാങ്ക് ആയി കിടക്കുന്ന ഒരേ ഒരു പേജ്, ദി വെരി ലാസ്റ്റ് പേജ്, നീ പൂരിപ്പിക്കണം. அந்த பையனை அந்த கொடுத்த டைம் முடிஞ்சிருச்சு அன்னைக்கு. நீ இது എനിക്ക് അതിന് പറ്റും. ஒய்க்கு உண்டான ஆன்சர் இவர் ஃபில் பண்ணணும்னு நினைக்கிறேன். ஸ்டில் எனக்கு இவர் மேல சந்தேகம் இருக்கு. இப்படியே இவரே கண்டுபிடிக்க சொல்லிட்டு இருக்காரு. இவர் விட்டு போயிடலாமே, அவர் தான் மறந்துட்டாரு எல்லாத்தையும். அவருக்கு ஞாபகம் இருக்கான்னு செக் பண்றது. ഇനിയുള്ള 17 ദിവസങ്ങൾക്കുള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ എനിക്ക് പകരം മറ്റൊരു ഓഫീസർ അത് ഏറ്റെടുക്കും. നിങ്ങൾക്ക് പകരം ഒരുപക്ഷെ മറ്റൊരു ടീം അയാളെ അസിസ്റ്റ് ചെയ്യും. അതങ്ങനെ ആകരുത് എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്കും. താങ്ക് യു. രാഖി മാഡം പറഞ്ഞിട്ട് ഞങ്ങൾ ക്യാപ്റ്റൻ ശ്രീനിവാസനെയും റോയിയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് ഇന്റർഗേറ്റ് ചെയ്തിരുന്നു. ഗുഡ്. പക്ഷെ ഹെൽപ്ഫുൾ ആയിട്ടൊന്നുമില്ല. ക്രൈം നടന്നെന്നും തലേന്നും ക്യാപ്റ്റൻ ശ്രീനിവാസ് നേവൽ ബേസിൽ തന്നെ ഉണ്ടായിരുന്നു. റോയിയുടെ കാര്യം ഒന്നുകൂടെ ഉറപ്പിക്കാനുണ്ട്. എപ്പോ വിളിച്ചാലും വന്നോളാന്നുള്ള ഉറപ്പിലാ അവനെ വിട്ടിരിക്കുന്നേ. നമ്മുടെ ചില ഇൻഫോർമേഴ്സും അവനെ വാച്ച് ചെയ്യുന്നുണ്ട്. Can I have a coffee, please? ഷുവർ സർ. മാവോയിസ്റ്റ് ഗ്രൂപ്പ് മർഡറിന്റെ ഉത്തരവാദിത്തം നിഷേധിച്ചിട്ടുണ്ട്. അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോ
അങ്ങനെ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അതവർ ഏറ്റെടുക്കാറുണ്ട്, പ്രത്യേകിച്ച് വെഞ്ചൻസിന്റെ പേരിലുള്ള വയലൻസ് ആണെങ്കിൽ. താങ്ക് യു. കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ നമുക്ക് കിട്ടിയ ഷാർപ്പ് ഷൂട്ടേഴ്സിന്റെ ഫോട്ടോസ്, നമ്മൾ അയച്ചു കൊടുത്ത രേഖാചിത്രവുമായി സാമ്യമുള്ളത്. ഇതിപ്പോ എല്ലാ മെട്രോസിന്നും ഉള്ളതുമുണ്ട്. ஓ ரேகாச்சித்திரம்ங்கிறது பொண்ணு இல்ல, ஆர்ட் டிராயிங். ഓക്കെ ഓക്കെ രേഖാചിത്രമാണ് ഒരു പടം വേറെ ഇருக்கு. அப்படியா? കസ്റ്റഡിയിലുള്ള ഏതെങ്കിലും ഒരു ഷാർപ്പ് ഷൂട്ടറെ ഒരു ദിവസത്തേക്ക് എനിക്ക് വേണം. അവരുടെ ഒരു വേ ഓഫ് വർക്കിംഗ് അറിയാനാണ്. മേക്ക് നെസസറി അറേഞ്ച്മെന്റ്സ്. സർ, அப்ப யார் யார் மேல டவுட் இருக்குன்னாரு? ஸ்ரீனிவாசன். റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാരെയും ഇൻഫോർമൽ ആയിട്ടൊന്ന് കാണാൻ വിളിച്ചേ ഉള്ളൂ. നാളെ മുതൽ നമുക്ക് വിശദമായിട്ടിരിക്കാം. 3 பேர் சொன்னாரு. ஒன்னு இந்த இமேஜ், ஒன்னு ஸ்ரீனிவாசன், இன்னொன்னு யாருன்னு தெரியல. மிரட்ட ഫർഹാൻ കഴിഞ്ഞു. ജസ്റ്റ് ഒരു 5 മിനിറ്റ്. സ്മൂത്ത്, സോ ഫാർ സോ ഗുഡ്. அந்த அடைக்கலாம்ங்கிற கேரக்டர் பேர்ல வரும். ഈ സുധാകരേട്ടന്റെ കാര്യം കുഴപ്പമില്ല. ബാക്കി 3 പേരോടുള്ള എന്റെ ഇന്ററാക്ഷൻസ് ഏത് തരത്തിലുള്ളതായിരുന്നു എന്ന് അറിയാത്തതിന്റെ ഒരു ടെൻഷൻ. ആരോട് എങ്ങനെയൊക്കെയാ ഡീല് ചെയ്തിരുന്നെന്ന് ഒരു ധാരണയില്ലാത്തതുകൊണ്ട് അങ്ങനൊരു സംശയം ആർക്കും ഉണ്ടായെന്ന് തോന്നില്ല. ഐ തിങ്ക് ഐ മാനേജ്. ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. என்ன தெரியாம அப்படியே இருக்காரு, இன்டிஷனே இல்ல அவருக்கு. യു ആർ സപ്പോസ് ടു നോക്ക്. സോറി സർ. എന്താ? സർ ഹോസ്പിറ്റലായിരുന്നപ്പോ ആ റോയിയുടെ വൈഫ് സാറിനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. സർ അവരോട് മിസ്ബിഹേവ് ചെയ്തു എന്ന് കാണിച്ചു. ഞാൻ റായ് தான் அந்த ஒரு ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നാണക്കേടുണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാ ഞാനത് ചെയ്തത്. അല്ലാതെ ആ കംപ്ലൈന്റിൽ കാര്യമില്ല എന്ന് തോന്നിയിട്ടല്ല. വാട്ട് യു ഡിഡ് വാസ് റിയലി ബാഡ് ആൻഡ് ചീപ്പ്. പ്രതിയോടൊന്നല്ല, ആ രീതിയിലല്ല ഒരു പോലീസ് ഓഫീസർ ആരോടും പെരുമാറേണ്ടത്. அட்டாட்டே மாத்திரம் இருக்குப்பா, எல்லாம் தூக்கி போட்டாரு. ஐயோ ஐயோ மலையாளத்துல அந்த ஜெயசூர்யா கொடுத்த அவார்டு நினைக்கிறேன். ഹലോ. ഞാനാ ചേട്ടാ, എനിക്ക് ചേട്ടനെ ഒന്ന് കാണണം. ഇങ്ങോട്ട് വരണ്ട, നാളെ വൈകിട്ട് 7 മണിക്ക് റവന്യൂ റീജിയനിലൊന്ന് വരാമോ? നാളെ ഒരു 15 മിനിറ്റ് മതി. അത്യാവശ്യം ആയതുകൊണ്ടാ ചേട്ടാ. ഞാൻ വരാം. பரவாயில்ல, தெரியாம மீட் பண்றேன். ഇക്ക അറിയരുത്. ரஹ்மானுக்கு தெரியாம. இது வரைக்கும் க்ளூவே இல்லாம நம்மள கொண்டு போயிட்டு இருக்காங்க. The Avenue Regents. ചായ പറഞ്ഞു. ചായയോ? എന്ന് തുടങ്ങി? അയ്യോ ടീ കുടിக்க മാட்டாரு പോലേ. ചേട്ടനാകെ മാറിയിട്ടുണ്ട്, വല്ലാതെ ടയർഡ് ആയതുപോലെ. ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്നും വന്നേ ഇല്ല. ഞാൻ 2 ദിവസത്തിനകം വരാനിരിക്കുകയായിരുന്നു. ചേട്ടൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ നാളെ ആവട്ടെ എന്ന് പറഞ്ഞോണ്ടിരിക്കുക. എന്താ കാര്യം? നമ്മളിവിടെ കണ്ട കാര്യം ഇക്ക അറിയരുത്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് സംസാരിക്കാനുള്ളത് ഇക്കയെ പറ്റിയുള്ളതുകൊണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇക്ക അത് മാറിയതുപോലെ എനിക്ക് തോന്നുന്നു. ഒരുപാട് നേരത്തെ സൈലൻസും ഒരുപാട് ആലോചനയും ഒക്കെ ആയിട്ട്. ചേട്ടനെ അറിയാലോ, എന്നോട് എല്ലാം പറയുമായിരുന്നു, ജോലിയിൽ ഉണ്ടാവുന്ന ഏറ്റവും ചെറിയ ടെൻഷനെ പറ്റി പോലും. പക്ഷെ ഇതിപ്പോ ഇവർക്കെല്ലാം മറന്നിരിച്ചിങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചേട്ടനോട്? ഇല്ല, എന്നോട് അങ്ങനൊന്നും. ആദ്യം പോയതിന്റെ ഷോക്ക്, ചേട്ടന്റെ ആക്സിഡന്റ്, അതൊക്കെ തന്നെ ആയിരിക്കും എന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിനും അപ്പുറമുള്ള എന്തൊക്കെയോ ഉണ്ടെന്ന്. ചേട്ടനൊന്ന് സംസാരിച്ചു നോക്കണം. ഒരു സംസാരവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നവരാണല്ലോ നിങ്ങൾ. എനിക്കിത് പറയാൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഗ്രീൻ കളർ എന്താ? യെസ്, ഇതുപോലെ ഒന്നായിരുന്നു. ഇതേ കാറാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ലുക്ഡ് എക്സാക്ട്ലി ലൈക്ക് ദിസ്. കളർ ഇത് തന്നെയായിരുന്നു? അതെ, ഗ്രീൻ. പ്ലീസ് കം വിത്ത് മീ. കയ്യെല്ലാം ഉടഞ്ഞിട്ട് இது ப்ளூ லைட்ல கலர் மாதிரி தெரிஞ்சிருக்கு உங்களுக்கு. கரெக்ட். ஆமா, இன்ட்ரெஸ்டிங். கிரீன்ல இருந்து ப்ளூ மாத்துறாரு. ரீப்ளேஸ் ஆல். வெரி குட். ബ്ലൂ കാറുകളുടെ ലിസ്റ്റ് എടുത്തു തുടങ്ങി. എണ്ണം കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. ബ്ലൂ നിറയെ കാർ இருக்கும். ക്യാപ്റ്റൻ ശ്രീനിവാസിനെതിരെ എന്തെങ്കിലും ഒരു സ്ട്രോങ് എവിഡൻസ് കിട്ടാതെ
അയാളെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട. സർ, മേ ബി അത് നമ്മുടെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരിക്കാം. ബട്ട് സർ, കാർ അയാളുടേതല്ല എന്നുള്ളത് കൊണ്ട് മാത്രം അയാളെ ഇങ്ങ് വിട്ടുകളയാന്ന് വെച്ചാ ആര്യൻ സാറിന് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരേ ഒരു എനിമി അയാളാണ്. കേസ് ഫയലിൽ ഇപ്പോഴും അയാൾ തന്നെയാണ് പ്രൈം സസ്പെക്ട്. ഓർമ്മയില്ലേ? ഓർമ്മയുള്ളത് കൊണ്ടാണല്ലോ രാഖി ഇപ്പൊ അയാളെ ആ പൊസിഷനിൽ നിന്നും മാറ്റണമെന്ന് പറയുന്നത്. മേ ഐ കമൻ സർ? കമൻ. ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചതിന് മാർച്ച് ചെയ്യിക്കാൻ വേണ്ടി ആ ASA കൊണ്ടുവന്നിട്ടുണ്ട്. മാർച്ചിന് മുൻപേ സാറിനെ ഒന്ന് കാണണമെന്ന് അയാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. വരാൻ പറയൂ. ഓക്കെ സർ. എന്താടോ പുതിയ ഓരോ ശീലങ്ങള്? സാർ, പറ്റുമെങ്കിൽ ഇതൊന്നും ഒഴിവാക്കി തരണം. ഇനി 3 കൊല്ലം കൂടി ഉള്ളു സാർ. ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല, ഒരു മെമ്മ പോലും കിട്ടിയിട്ടില്ല ഇതുവരെ. റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുമ്പോ ഓർക്കാനൊരു ഓർഡർലി റൂം മാർച്ചുണ്ടായിരുന്ന ആഗ്രഹമുണ്ട്. മരിക്കുന്നിടം വരെ അതെന്റെ മനസ്സിൽ നിന്ന് പോയില്ല സാർ. അങ്ങനെ പറഞ്ഞാ പറ്റുമോ സുധാകര? എല്ലാത്തിനും അതിന്റേതാ. വേണ്ട. സർവീസിൽ കയറുമ്പോ നമ്മൾ എല്ലാവരും ചൊല്ലുന്നൊരു സത്യവാചകമുണ്ട്, പോലീസ് ഓത്ത്. മാർച്ച് വേണ്ട, അതൊന്ന് ഉരുവിട്ടാ മതി. നിങ്ങൾ പറഞ്ഞു വിട്ടാ മതി, അയാൾ റിപ്പീറ്റ് ചെയ്തോളൂ. അല്ല, കാണാതെ പറയാൻ ഞാനത് എനിക്കും പെട്ടെന്നങ്ങോട്ട് ഓർമ്മയില് ഇതിപ്പോ കൊറേ വർഷമായതുകൊണ്ട്. സോറി സർ. ഞാൻ പറയാം സാർ. ഞാൻ സുധാകരൻ നായർ ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും കേരള സംസ്ഥാന പോലീസ് സേനയിലെ ഒരംഗമെന്ന നിലയിൽ സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും പക്ഷഭേദം, സ്വജനപ്രീതി, വിദ്വേഷം, പ്രതികാരബുദ്ധി എന്നിവയ്ക്കതീതമായി എന്റെ പരമാവധി അറിവും കഴിവും കാര്യക്ഷമതയും ഉപയോഗിച്ച് ഭരണഘടനയിൽ ഉദ്ഘോഷിച്ചിട്ടുള്ളതുപോലെ വ്യക്തികളുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പോലീസിന്റെ അന്തസ്സിന് ചേർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ മോള് MBAക്ക് ചേരാൻ ഇന്നലെ ബാംഗ്ലൂർക്ക് പോയി. ബസ് കയറ്റി വിടാൻ ചെന്നപ്പോ കൂടെയുള്ളതൊക്കെ വലിയ വലിയ ആൾക്കാരെ മക്കളാ. ബസ് വിടുന്നതിന് മുൻപ് തിരിച്ചു പോയിക്കോളാൻ എന്നെ നിർബന്ധിച്ചപ്പോ എനിക്ക് ആദ്യം പിടികിട്ടില്ല. പിന്നെ മനസ്സിലായി അവൾക്ക് നാണക്കേടാ സാറേ പോലീസുകാരന്റെ മോളാന്ന് പറയാൻ. അവളുടെ കൂട്ടുകാർക്കിടയില് ഈ കാക്കൊരു കുറച്ചില്ല. ഡ്യൂട്ടിയുടെ തിരക്കിനിടയില് അവള് വലുതാകുന്നത് കാണാനുള്ള സമയം കിട്ടിയില്ല. എന്റെ മോളെ ഒന്ന് അടുത്തറിയാനുള്ള സമയം പോലും കിട്ടിയില്ല. ഒന്നിനുള്ള സമയം കിട്ടിയില്ല. പക്ഷേ ഇതെന്റെ കൂട്ടുകാരനാ സാറേ. ഇതിനെ അവളെ തള്ളി പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാ ഞാൻ ആദ്യമായിട്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാരുടെ പട്ടിയുടെ വിലയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇതങ്ങ് ദേഹത്തോട്ട് കയറുമ്പോഴുള്ള അഭിമാനമുണ്ടല്ലോ, അത് വേറെ ഒന്നിനും തരാൻ പറ്റില്ല. കള്ളം കാണിച്ചിട്ടില്ല, എന്റെ അടുത്ത് വരുന്നവരെ സഹായിക്കാതെ ഇരുന്നിട്ടില്ല ഇതുവരെ, ഈ നിമിഷം വരെ. ഇനിയുള്ള 3 വർഷവും തല ഉയർത്തി എന്ന് തന്നെ പറയും സാറേ, ഞാൻ ASI സുധാകരനാണെന്ന്. தலைவரும் கொஞ்சம் ஏறிட்டாரு. ஆண்டனி மோசஸ் B. റിബേക്ക யார சந்தேகப்படுறதுன்னு தெரியல. ஒரு பக்கம் மாவோயிஸ்ட், இன்னொரு பக்கம் கேப்டனு, இன்னொரு பக்கம் ரகுமான் இருக்காரு, இன்னொரு பக்கம் இவங்க. ரெபேக்கா சொந்த ஃபேமிலி, யாரை பார்த்தாலும் சந்தேகமா தான் இருக்கு. ரெபேக்கா ஃபீல் பண்றாங்க. ஃபீல் பண்ணலனாலும் ஃபீல் பண்றவே நடிச்சு தானே ஆகணும். கரெக்டா தான். How are you? Better. റൈറ്റ്. ഫോട്ടോ വെച്ച് കണ്ടുപിടിച്ചാറ്. ഇടയ്ക്ക് വന്ന് കാണണമെന്ന് വിചാരിച്ചിരുന്നു. ജോലി ഞാൻ റിസൈൻ ചെയ്തു. ഇപ്പൊ 1 month നോട്ടീസ് പീരീഡ്. അത് കഴിഞ്ഞ മുംബൈക്ക് പോകും. പേരൻസ് ഒക്കെ അവിടെയാ, അറിയാലോ. പോയാ പിന്നെ തിരിച്ചു വരും തോന്നുന്നില്ല. ഇവിടെ ഇനി 1 മാസം കൂടി ഞാൻ ഇവിടെ നിൽക്കുന്നത്. അന്ന്
ആക്സിഡന്റിന് തൊട്ടു മുമ്പ് ആന്റണിയോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതിനു വേണ്ടി മാത്രം. என்ன டிமாண்ட் பண்ணாங்க? വരും, അവിടെ കഴിക്കാൻ എടുത്തു വെച്ചു. അപ്പ അന്വേഷിക്കുന്നുണ്ട്. யார் இந்த லேடி? பிஜிஎம் பயங்கரமா இருக்கு. ஒவ்வொரு 10 நிமிஷத்துக்கு ஒவ்வொருத்தவங்களும் சந்தேகப்படுறாங்க. எனக்கு யாரை பார்த்தாலும் சந்தேகமா இருக்கு. இப்ப இந்த இதே ட்ரெஸ் தான், இதே வேன் தான், இதே இதுதான். നീ കണ്ടുപിടിച്ചിട്ട് വിട്ട് சொல்றாத മറുപടിയും ആക്സിഡന്റ് ആയിടും. അതാണ്. ഹലോ രാഖി, കൊച്ചിയിൽ എവിടെയാ റബേക്ക താമസിക്കുന്നത്? റബേക്ക രജിസ്റ്ററിൽ നോക്കി. ആക്സിഡന്റ് നടക്കുന്നതിന് തൊട്ടു മുൻപ് നീ ഇവിടെ കയറിയിട്ടുണ്ട്. പ്രതിയെ കണ്ടെത്തിയെന്ന് നീ എന്നെ വിളിച്ചു പറയുന്നതിന് 20 മിനിറ്റ് മുൻപ്. അപ്പൊ ഇവിടുന്ന് തന്നെയാണ് ആ വൈറ്റൽ ക്ലൂ. അയ്യോ ഇവളെ വരെ ഒരു ഉദ്ദേശമാ കാണിച്ചിട്ട് അല്ലേ? കുറച്ചു നേരത്തേക്ക് ആരെയും കടത്തി വിടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലീസ്. അന്ന് റബേക്കയുടെ ഫ്ലാറ്റിൽ വെച്ച് നമ്മൾ സംസാരിച്ച കാര്യം, ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അതൊന്ന് റെക്കോർഡിക്കലാക്കണം. സാധാരണ ക്യാമ്പ് ഓഫീസിൽ വെച്ചാണ് അത് ചെയ്യുന്നത്. ഇതിപ്പോ അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. അത് ഞാൻ ആന്റണിയോട് വളരെ പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. ആന്റണി അറിയണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് പറഞ്ഞ കാര്യം. മറ്റാർക്കും അത് അറിയില്ല. ഒരു ഒഫീഷ്യൽ പർപ്പസിനും അത് ഉപയോഗിക്കില്ലെന്ന് ആന്റണി എനിക്ക് ഉറപ്പ് തന്നിരുന്നു. കാര്യങ്ങള് അന്നത്തെ പോലെ അല്ല. ഐ നീഡ് ടു ഹാവ് ദാറ്റ് അഗൈൻ. ഐ ആം സോറി. டவுட் வந்துருச்சு இருக்கு. റബേക്ക, ഇനിമേ സോഫ്റ്റ് ഹാൻഡിൽ பண்ண முடியாதுன்னா കോഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ഐ മൈറ്റ് ഹാവ് ടു അറസ്റ്റ് യു. അങ്ങനെ ഒരു ഭീഷണിയുടെ ടോൺ എടുത്ത് നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഒന്നും പറയിക്കാൻ പറ്റില്ല. ആര്യന്റെ മരണത്തിന് ഉത്തരവാദിയെ കണ്ടെത്തണമെന്നുള്ള അന്നത്തെ എന്റെ റിക്വസ്റ്റ് ആണ് നിങ്ങൾക്ക് റെക്കോർഡിക്കലാക്കേണ്ടതെങ്കിൽ ഐ ആം റെഡി. പക്ഷെ അന്ന് ഞാൻ കാണിച്ച വിഷ്വൽ അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നോ. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്റെ മൊബൈൽ സീസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ആ വിഷ്വൽ നിങ്ങൾക്ക് കിട്ടില്ല ഒരിക്കലും. என்ன விஷுவலா இருக்கும்? ഞാൻ വിചാരിച്ചത് നിങ്ങളൊരു ഫ്രണ്ട് ആണെന്നാണ്. ചീറ്റ് பண்ணிட்டாரா? இல்ல இல்ல. ഏയ്, ഹേ നോ, ദാറ്റ്സ് അൺഫെയർ. മാറ്റ്. ഭാര്യ എൻഗേജ്മെന്റ് ഡ്രസ്സിൽ വരുന്നത് ആദ്യം ഷൂട്ട് ചെയ്യേണ്ടതേ ഭർത്താവാ, അല്ലാതെ കണ്ട വീഡിയോഗ്രാഫേഴ്സ് അല്ല. ഞാനിത് ഉടുത്തിരിക്കുന്ന പോലെ ശരിയായിട്ടില്ല. കമോൺ നിർത്ത്. ഇനി ഇതെല്ലാരും പോയി കാണിച്ചോണം കേട്ടോ. എടോ, അതിനിത് തന്റെ ഫോണാ. കമോൺ, സേ സംതിങ്. ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും പറ. അയ്യടാ. ഓക്കെ, മിസ്റ്റർ ആര്യൻ ജോൺ ജേക്കബിനെ ഗാലൻട്രി അവാർഡ് വാങ്ങാനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് കം. ഏയ്, പറ. എന്ത് അവാർഡ് വാങ്ങിയിട്ട് സ്പീച്ച് പറയണ്ടേ? പറ. ഓ റൈറ്റ്, ഇവര് ഫുള്ളാ சொல்ல போறாரு. Hey, let's do a rehearsal. Come on. Come on. இதுக்கு நான் காரணம் இல்ல, என் ഫ്രണ്ട് தான் சொல்ற போறாரോ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ കൂപ്പുകൈ. അയ്യേ, ഇങ്ങനെ പറയാൻ പോന്നെ? ഞാൻ ഒരു നല്ല പോലീസ് ഓഫീസർ അല്ല. കറക്റ്റ്. നല്ല പോലീസ് ഓഫീസർ എങ്ങനെയൊക്കെ ആകണമെന്ന് എനിക്കറിയുമില്ല. ഇന്നിപ്പോ ഈ ഗാലൻട്രി അവാർഡ് വാങ്ങി ഇവിടെ നിൽക്കുമ്പോ എനിക്ക് തന്നെ അറിയാം എന്നെ പോലൊരു ബിലോ ഇതെത്രമാത്രം അൺഡിസേവിംഗ് ആണെന്നുള്ളത്. അമിത വിനയമല്ല, സത്യം. എല്ലാ വിജയങ്ങൾക്ക് പിന്നിലുള്ള ശക്തി എന്നുള്ള ക്ലീഷേ സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ലെങ്കിലും ഒരു അല്പം വ്യക്തിപരമാകാതെ എന്നെ സംബന്ധിച്ചത് പൂർണ്ണമാകില്ല. എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വന്നു പോയിട്ടുള്ളത് ഫ്രണ്ട്സ്. ബോർഡിങ്ങിൽ ഒറ്റയ്ക്കുള്ള ചൈൽഡ്ഹുഡും അമ്മയുടെ മരണമൊക്കെ ഒരു 7 വയസ്സുകാരൻ മറന്നത് അതേ പ്രായത്തിലുള്ള ഫ്രണ്ട്സിലൂടെയായിരുന്നു. പറയാനും പങ്കുവയ്ക്കാനും അവരേ ഉള്ളൂ എന്നറിഞ്ഞപ്പോ മുറുകെ പിടിക്കാൻ നോക്കി, വിട്ടുപോകാതിരിക്കാൻ. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ എല്ലാവരും പല വഴിക്ക് തിരിഞ്ഞു. ചിലരെ തിരഞ്ഞു പിടിക്കാൻ ശ്രമിച്ചു, കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരിക്കൽ ഞാൻ ശ്രമിക്കുക പോലും ചെയ്യാതെ എന്റെ ജീവിതത്തിലേക്ക് ഇടയ്ക്ക് എവിടെയോ എന്നെ ബോറടിച്ചപ്പോ എന്റെ കുറവുകളെ പോലും മടുത്തു പോകാതിരുന്നു എന്റെ ഒരേ ഒരു സുഹൃത്ത്. എപ്പോ വേണമെങ്കിലും എനിക്ക് കയറി ചെല്ലാവുന്ന, ഏത് പാതിരാക്കി ഞാൻ വിളിച്ചാലും ഏത് അപകടത്തിൽപ്പെട്ടാലും ഞാൻ ദാ എത്തിയടാ എന്ന് ഉറപ്പ് തരാൻ കഴിയുന്ന, പകരം വയ്ക്കാൻ കഴിയാത്ത സുഹൃത്ത്. ഈ ഗാലൻട്രി അവാർഡ് പോലും അവൻ എനിക്ക് വെച്ച് നീട്ടിയതാണ്. ഒരു തീവ്രവാദിയും ഞാൻ കൊന്നിട്ടില്ല, തക്ക ബ്രില്യൻസും എനിക്കില്ല.
അത് ചെയ്തത് അവനാണ്. അവൻ അവകാശപ്പെട്ടതാണിത്. അവൻ അവകാശപ്പെട്ടതാണ്. കുറെ കാലം കൂടി എനിക്ക് തിരികെ കിട്ടിയ എന്റെ ഒരുപാട് നല്ല ദിവസങ്ങൾ. കളഞ്ഞുപോയ സുഹൃത്തുക്കളുടെ ലിസ്റ്റിലേക്ക് അവന്റെ പേരും ചേർക്കപ്പെടരുതേ എന്നതാണ് എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. ലൈഫിന്റെ ഏതെങ്കിലും ഒരു ക്രോസ് റോഡിൽ വെച്ച് വഴി പിരിയാൻ കണ്ടുമുട്ടിയവരല്ല നമ്മൾ. അങ്ങനെ പിരിഞ്ഞാലും മറ്റൊരു ക്രോസ് റോഡിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടേണ്ടവരാണ് നമ്മൾ. നമുക്ക് ഒരുമിച്ച് നടക്കാം. എവിടെ വഴി അവസാനിക്കുന്നുവോ അവിടെ വരെ. ആന്റണി മോസസ്, മൈ ഫ്രണ്ട്, മൈ ബ്രദർ, പ്ലീസ് ஸோ பேசிக்கலி ടേക്ക് ദിസ്. இந்த வீடியோ இப்போ வெளியே வந்துச்சுன்னா ஒரு பேர் கெட்டு போயிடும். எனக்கு மாத்திரம் இப்பதான் இவருக்கு தெரியுது. ஸோ அபிஷியல் ரெக்கார்ட் பண்ண மாட்டாரு. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഹീറോ ആകാം. ഒരു നുണയുടെ പുറത്താണെങ്കിലും ആര്യൻ ഓർമ്മിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചത് എന്റെ സ്വാർത്ഥത. ആര്യൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും ഗോ ഹെഡ്. இவங்க சாப்டர் முடிஞ்சு அடுத்து யாராச்சும் கொண்டு வாங்க. ആന്റണി മോസസ്, റിബേക്ക my இல்ல. friend, my brother, please come on to the stage and take this. നിനക്കുള്ളതാടാ, നിനക്ക് മാത്രം. ഇവർ മുടിയേ ശരിയില്ല മാംസ്. ഇതാണ് ആ വൈറ്റൽ ക്ലൂ എങ്കിൽ, ഇത് കണ്ടിട്ടാണ് ഞാൻ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുള്ളതെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ. ഗ്യാലൻട്രി അവാർഡിന്റെ ക്രെഡിറ്റ് എന്നിലേക്ക് പോകരുതെന്ന് ആരോ ആഗ്രഹിച്ചിരുന്നു. അതാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാവണം ഞാൻ നിന്നെ വിളിച്ചത്. அப்ப இவர் தானா? പക്ഷെ അതുപോലൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് റബേക്കയല്ലേ? ஆமா, எப்படி பார்த்தாலும் காலேஜ் கொடுக்க முடியலையே. ആരിന് കിട്ടിയ റെസ്പെക്ട് അങ്ങനെ തന്നെ നിൽക്കണമെന്ന് മാത്രമേ അവൾക്കുള്ളൂ. ഇഷ്ടപ്പെട്ട ഒരാൾ പോയപ്പോ അയാൾക്ക് വേണ്ടി ചെയ്യാൻ, അയാൾക്ക് വേണ്ടി പിടിച്ചു വെക്കാൻ അവളുടെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം വേറെ ഒരു ഉദ്ദേശവും അവൾക്കിതിലില്ല. എന്ന് പറയുമ്പോ ഫംഗ്ഷൻ ആര്യൻ പറയാനിരുന്നത് ഇതാണെന്ന് ഏതോ ഒരാൾക്കറിയാമായിരുന്നു. ഞാൻ ആദരിക്കപ്പെടരുതെന്ന് നിർബന്ധമുള്ള ഏതോ ഒരാൾക്ക്. ഇപ്പോഴത്തെ എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത മറഞ്ഞു നിൽക്കുന്ന ഏതോ ഒരു ശത്രുവിന്. மறைஞ்சிருக்கா முன்னாடி இருக்கா? எனக்கு தெரியாத ஒரு சத்துரு கன்றாரு. மறந்தே போயிட்டோம்ல. இவரும் போலீஸ் டிபார்ட்மெண்ட்ல ஒரு ട്രെയിനിങ്ങിൽ இருக்க. ട്രെയിനിങ് ഷാർപ്പ് ഷൂട്ടർ ആദ്യമുള്ള ടാർഗറ്റ് നിൽക്കുന്ന ലൊക്കേഷൻ പരിചയപ്പെടും. അതിന്റെ ഓരോ ആംഗിളും ഞങ്ങൾ പഠിക്കും. ഇൻ ദിസ് കേസ് ഈ സ്റ്റേജും ഗ്രൗണ്ടും ആൻഡ് ദെൻ ഫയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം. ഇവരുടെ സ്നൈപ്പർ ഷോട്ട്. ஆமா, இவர் ஸ்பெஷலிஸ்ட். ഇവിടുന്ന് തന്നെയാണ് ഫയർ ചെയ്തത്. ഷോർട്ട് ഷൂട്ടർ. സ്ട്രേഞ്ച്. അതെന്താ? ഇതൊരു നല്ല ചോയ്സ് അല്ല. ഒന്നാമത് ഇറ്റ് ഇസ് വെരി ഓപ്പൺ. ആൾക്കാർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. പിന്നെ ഡൈസിന്റെ പിന്നിൽ നിൽക്കുന്ന ഒരാളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനേ ഉള്ളൂ. പക്ഷെ ഇതൊട്ടും ഫേവറബിൾ അല്ല. റൈറ്റ്. അത് ചുമ്മാ ഏമാത്തതാണ്. ക്രോസ് വെന്റിലേഷൻ ഉള്ള ബിൽഡിംഗ് ആണ്. സ്ഥിരമായി കാറ്റുണ്ടാവും. ഇത്ര ദൂരത്തു നിന്നുള്ള ഗൺഷോട്ട് ആകുമ്പോൾ കാറ്റ് ലൈൻ ഓഫ് ഫയറിനെ വല്ലാതെ ബാധിക്കും. ഉന്നം തെറ്റാനുള്ള സാധ്യത കൂടുതലാകും. ഈ ബിൽഡിംഗ് തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. അതെനിക്കറിയില്ല. ബട്ട് ജസ്റ്റ് ലുക്ക് അറൗണ്ട്. എസ്കേപ്പ് ചെയ്യാൻ ഒരു ഈസി റൂട്ട് പോലും ഇല്ല. ഇറ്റ്സ് വെരി എക്സ്പോസ്ഡ്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ചില എവിഡൻസും കിട്ടിയിട്ടുണ്ട്. ചില്ലി പൗഡർ പോലെ. അതൊക്കെ പോലീസിന് വഴി തിരിച്ചുവിടാൻ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. அந்த லேடி புல்லட் பாஞ்சதுக்கும் அதுக்கான டைரக்ஷன் ஈஸியா கண்டுபிடிக்கும். ക്രാസിൽ നിന്ന് സുട്ടാ വേറെ மாதிரி ആംഗിൾ പോകും. പെർഫെക്റ്റ്. ഇത്രയും നല്ലൊരു ഓപ്ഷൻ ഉള്ളപ്പോ അതുപോലൊരു സ്ഥലം എന്തിനു തിരഞ്ഞെടുക്കണം സാർ? ഈ ഫ്ലാറ്റിൽ ആൾ താമസമില്ലല്ലോ. ഇല്ല, ഇതിന്റെ പണി പൂർത്തിയായിട്ടില്ല. സ്റ്റേജിലേക്കുള്ള ബെറ്റർ വ്യൂ, ടാർഗറ്റിനോട് കുറെ കൂടെ അടുത്ത്. എങ്ങനെയാ നിങ്ങളുടെ മോഡസ് ഓപ്പറാൻഡി? എങ്കിருந்து സുട്ടാ കറക്റ്റാ അങ്ങ് പോയിട്ട് ഫയർ ചെയ്യാൻ ഏറ്റവും സൗകര്യമുള്ള പൊസിഷൻ തിരഞ്ഞെടുക്കും. ഇതാണ് ബിൽഡിംഗ് എങ്കിൽ ദിസ് വിൽ ബി ദ പൊസിഷൻ. കഴിവതും ഈവന്റിന്റെ തലേന്ന് തന്നെ ഇവിടെ എത്തും. ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ വി വെയിറ്റ് ഫോർ ദ റൈറ്റ് മൂവ്മെന്റ്. ഏതാണ് റൈറ്റ് മൂവ്മെന്റ്? ആദ്യം കിട്ടുന്ന അവസരം, ദ ഫസ്റ്റ് ഗിവൻ ഓപ്പർച്യൂണിറ്റി. ഏറ്റവും സൗകര്യപ്രദമായി ടാർഗറ്റിന് എപ്പോ ഗൺ പോയിന്റ് കിട്ടുന്നോ ദാറ്റ്സ് എ മൂവ്മെന്റ്. ആർട്ടിൽ പോയി ലങ് വലിയ വന്നിരിച്ച് ബുള്ളറ്റ്. ഇവിടെ മുതൽ ഗൺ പോയിന്റ് ഇദ്ദേഹത്തെ പിന്തുടർന്നുണ്ടാവും. അതെങ്ങനെയായാലും ചെല്ലുന്നിടത്തൊക്കെ വില കൂട്ടിത്തരുന്ന. അപ്പോ ഇതാണ് ആദ്യത്തെ അവസരം. നോ, ഒന്ന് പിന്നിലേക്ക് പോകാമോ? യെസ്. 45 സെക്കൻഡ് കംപ്ലീറ്റ്ലി അൺപ്രൊട്ടക്റ്റഡ്. മുമ്പിൽ ഒരു തടസ്സവുമില്ലാതെ ഏതൊരു പ്രൊഫഷണൽ ഷാർപ്പ് ഷൂട്ടറും ഈ ഫയർ ചെയ്തിരിക്കും. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ അവസരം ഉപയോഗിക്കാതിരുന്നത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സർ. പക്ഷെ ഒന്നുറപ്പാണ്, ഇതുപോലത്തെ ഒരു അവസരം ഞങ്ങൾ വിട്ടാളില്ല. വി വോണ്ട് വെയിറ്റ്. അതുമില്ലെങ്കിൽ ഓൾറെഡി അവിടെ സർ യു സെഡ് ഇറ്റ് വാസ് എ പെർഫെക്റ്റ് ക്രൈം. അതെ, ഒരു സാധ്യതയുണ്ട് സർ.
ഒരു പെർഫെക്റ്റ് ക്രൈമില് ഏറ്റവും വലിയ പെർഫെക്ഷൻ, ഏറ്റവും വലിയ ബുദ്ധി. കൊല നടക്കുന്ന സമയത്ത് കൊലയാളി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഫയറിംഗിന്റെ സമയത്ത് ഇവിടെ ഒരു ഷൂട്ടർ ഉണ്ടായിരുന്നില്ല. அப்புறம் ப்ரீ எய்ம் பண்ணி வச்சிருக்காங்க. டைம் இருக்கு. அப்ப அந்த ஸ்டேஜ் அங்கதான் வந்து நிப்பான்னு சொல்லி அவங்களுக்கு தெரிஞ்சிருக்கு. ഉന്നം വെച്ച് ഗൺ ഉറപ്പിക്കുക മോസ്റ്റ് മോഡേൺ വെപ്പണാണ്. അതിന്റെ പാർട്സ് പല തവണ ഷിപ്മെന്റിൽ വരുത്തി ആയുധങ്ങളെ കുറിച്ച് അറിവുള്ള ഒരാൾക്ക് അസംബിൾ ചെയ്തെടുക്കാം. പിന്നീട് റിമോട്ട് കൺട്രോളിലോ ഗണ്ണിൽ വെക്കുന്ന സിം കാർഡിനെ പാർട്ട്നേഴ്സും ഉപയോഗിച്ച് മൊബൈൽ ഫോൺ കൊണ്ടോ എവിടെ നിന്ന് വേണമെങ്കിലും കൃത്യസമയത്ത് ഓപ്പറേറ്റ് ചെയ്യാം. റൈഫിന്റെ അടുത്ത് ഷൂട്ടർ ഉണ്ടാണോന്നില്ല, അയാൾ എവിടെ നിന്നിരിക്കാം. இன்ட்ரெஸ்டிங். அப்ப அவன் ஸ்டேஜ் நிக்கிறது தான் அவங்க அதை வச்சு டார்கெட் டைம் பண்ணிருக்கானுங்க. இங்க இருந்து ஒரு பார்த்தது எவ்வளவு நேரத்துல கீழே வர முடியும்னு பாக்குறாரு. இல்ல சார், ஒட்டும் വ്യക്തമല്ല. இவர் அப்பையிலேருந்தே வீடியோ எடுக்க தெரியலப்பா அவருக்கு. ஓகே, பார்ட் 3 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 4ல சந்திப்போம். நன்றி, வணக்கம். பை பாய்.